ഇടയ്ക്കിടയ്ക്ക് എന്തൊരു ബോധപൂർവം മരണത്തെ നമ്മളിൽ ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കണം. അതിനൊരു മാർഗം എന്താണെന്ന് വിചാരിച്ചാൽ മരണമെന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് ലഭിക്കുന്നില്ല. അതിനാണ് ഇപ്പോൾ ആ വിഷയമെടുത്ത് നമ്മൾ സംസാരിക്കണം. നമ്മുടെ മനസ്സിലേക്ക് വേണം. രണ്ടാമത്തെ എന്താ വെച്ചാൽ നമ്മൾ അതിന് വേണ്ടി ഒരുക്കം കിടക്കുക. ഒരു വസിയത്ത് ഇപ്പോൾ നോക്കും നിങ്ങൾ, നമ്മുടെ ഒരു മകൻ മരിച്ചു, അവന് കുട്ടികളെ കണ്ട് നമ്മളെ സ്വത്തോന് കിട്ടാൻ ആ നിമിഷം 2 രാത്രി വൈകിപ്പിക്കാൻ പാടില്ലാത്തതാണ് വസിയത്ത്. അപ്പം പറഞ്ഞോളണം, ഞാൻ ഇപ്പം ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, എൻ്റെ മകൻ മരിച്ചാൽ എൻ്റെ മകൻ്റെ മക്കൾക്കുള്ള സ്വത്ത്, അതിന് നമ്മൾ അനന്തരാവകാശ നിയമങ്ങളൊന്നും നോക്കണ്ട, ഓർക്ക് എത്രയാണോ ആവശ്യം അത് നമ്മളെ സ്വത്തുനിന്ന് കൊടുക്കാം. അപ്പം നമ്മളെ മക്കൾക്ക് മരിച്ചാൽ കിട്ടിയില്ലേറെ ചിലപ്പോൾ പേരക്കുട്ടിയൊക്കെ കിട്ടും, ഓർക്കിപ്പോൾ അത് ആവശ്യമായിരിക്കും. മനസ്സിലായി കൊടുക്കുക. അതാണ് വസിയത്ത് എന്ന് പറഞ്ഞാൽ. വസിയത്തുകൾ പറയുന്നുണ്ട്, കൊടുക്കാണ്ടോ കിട്ടാണ്ടോ കടണ്ടോ ഒക്കെ ഉണ്ടോ ഒക്കെ എഴുതിച്ചുള്ളൂ. ഞാൻ അപ്പം ഒന്നും മരിക്കൂല, എനിക്ക് 35 വയസ്സല്ലേ എന്ന് ആലോചിച്ച് നിൽക്കരുത്. എഴുതേണ്ടോടത്ത് എഴുതി, ഡയറിയിൽ എഴുതി ഭാര്യനെ ഏൽപ്പിച്ച്, അത് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ്. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ വസിയത്തിനെ പറ്റി പറയുമ്പോൾ ഭാര്യ പറയും, ഞാൻ മരിക്കുകയാണെങ്കിൽ അയലോകക്കാരനൊരു 25,000 ഉറുപ്പിക കൊടുക്കട്ടോ എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾ മരിക്കല്ലേ. വസിയത്ത് പോലും ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റൂല. പക്ഷേ ആ വസിയത്ത് മരണത്തെ ഓർമ്മപ്പെടുത്താണ് സുഹൃത്തുക്കൾ. അതേപോലെ തന്നെ ഏത് സമയത്തും മുസ്ലിം ആകുക. വലിയ ബാർ ഹോട്ടലുകളിൽ കയറിയിട്ട് അവിടുന്ന് മരിച്ചു കൊണ്ടുതന്നെയില്ലേ സുഹൃത്തുക്കളെ. തമ്മാടിത്തരത്തിന് ടൂറ് പോയതിൻ്റെ അടിയിൽ നിന്ന് കൊണ്ടുപോയി ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് കൊണ്ടുവരണില്ലേ. വല തെമൂത്തുന്ന ഇല്ലാവ അന്തും മുസ്ലിം. എപ്പോഴും മുസ്ലിം. ഇസ്ലാമിന് നിരക്കാത്തതൊന്നും ചെയ്യാതെ ജീവിക്കുക. എവിടെ വെച്ച് മരിച്ചോട്ടെ, മുസ്ലിമായി മരിക്കാൻ കഴിയാന്നുള്ള വലിയ ഭാഗ്യം. ഖബർ സന്ദർശിക്കുക. വെറുതെ ഏത് പള്ളിക്കാട്ടും കയറാം. മനസ്സിലേ, നമ്മളെ വാപ്പിമ്മിലോടത്ത് മാത്രമാണെന്നൊന്നുമില്ല. ഖബർ കണ്ടാൽ മതി, മരണം മനസ്സിലേക്ക് വരും. ആ കിടത്തം എത്ര വലിയ കേമന്മാരും. നമ്മളൊക്കെ പള്ളി പറമ്പ് ചെന്നാൽ എത്ര ആൾക്കാരെ നമുക്ക് ഓർമ്മ വരും സുഹൃത്തുക്കളെ. ഖബർ ഇന്നതാണെന്ന് അറിയണ്ട. അവിടുത്തെ പ്രമുഖന്മാരെയും മുത്തവല്ലിമാരെയും മഹാന്മാരെയും മന്ത്രിമാരെയും ആരൊക്കെ ഓർമ്മ വരും. അവിടെ പോയി തൊട്ടപ്പുറത്തൊരു സ്ഥലത്ത് കുത്തിവെക്കപ്പെട്ട ഖബർ നമുക്കാണോ എന്ന് അറിയില്ലല്ലോ. ആലോചിക്കുമ്പോൾ മരണം മനസ്സിലേക്ക് വരും. അതേപോലെ തന്നെ ജനാസക്ക് പോവുക. അതൊന്നും നേരത്തെ നമ്മൾ അറിയിക്കൂല, ആരും ക്ഷണിക്കൂല. മരിച്ചുള്ള ഇവരെ മെസ്സേജ് കണ്ടാൽ എന്താ പരിപാടി, അത് അവിടെ നിർത്തിയിട്ടാണ് പോവുക. ആ ഒരു ദിവസത്തെ ജനാസയിൽ പങ്കെടുക്കുമ്പോൾ 2 കീറാത്ത് കൂലി കിട്ടും. അതിലുപരി ആ മരണ ചിന്ത, പിറ്റേന്നത്തെ മാരിബ് ഇശാ നിസ്കരിക്കുമ്പോഴെങ്കിലും ഒരു തെക്കുവ കിട്ടൂലേ. ആ മരണത്തിൻ്റെ ഓർമ്മ നമ്മുടെ മനസ്സുകളിൽ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഏത് സമയത്തും മരണം നമുക്കൊരു ഉപദേശകനാണ്. മരണം മതി, ഉപദേശകനായി മരണം മതി, മറ്റൊന്നും വേണ്ട. ഒരാൾ മരിച്ചാൽ അതന്നെ നമുക്ക് വലിയ ഉത്ബോധനമാണ്, നാളുകൾ നീണ്ടു നിൽക്കുന്ന ഉത്ബോധനമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ ഉൾക്കൊള്ളും. മരണത്തെക്കുറിച്ച് ഓർമ്മിച്ച് മരണത്തിന് വേണ്ടി തയ്യാറായി യഥാർത്ഥ വിശ്വാസികളായി അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന പൂർണ്ണ ബോധ്യത്തോടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.